KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സൌദിയിലെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ ഡോക്ടർ ഒമർ അബ്ദുള്ള കാമിൽ വഫാത്തായി. ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. ഡോക്ടർ ഒമർ കാമിൽ മികച്ച പ്രബോധകനായിരുന്നുവെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ആനുകാലിക സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സമസ്ത നേതാക്കളുടെ ജില്ലയിലെ പര്യടനം ഈ മാസം 25-ന് തുടങ്ങും. SSF സംസ്ഥാന സാഹിത്യോത്സവ് സർഗസഞ്ചാരം 22-ന് തുടങ്ങും. വളണ്ടിയർ മീറ്റ് നാളെ മർക്കസിൽ. ജനസുരക്ഷയ്ക്കായി സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ റെഡ് ബട്ടൺ അലർട്ട് പദ്ധതിക്ക് തുടക്കമായി. സൈബർ കുറ്റകൃത്യങ്ങളിൽ കേരളം 4ാം സ്ഥാനത്ത്. പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സമരം, പ്രധാനമന്ത്രിക്ക് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ഇന്ത്യയുമായുള്ള സുരക്ഷാ ചർച്ചയ്ക്കു മുമ്പ് ഹുറിയത്തുമായി ചർച്ചയ്ക്ക് പാകിസ്ഥാൻ. നിതാക്കാത്ത് സൌദിയിൽ 19 പ്രൊഫഷനുകളിൽ പുതിയ വിസ നൽകുന്നതിന് വിലക്ക്. ഡിപ്ലോമ ബിരുദം മാത്രമുള്ള വിദേശ നഴ്സുമാരെ പിരിച്ചുവിടുന്നു. വാർത്തകൾ വിശദമായി. പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സമരവുമായി ബന്ധപ്പെട്ട് 5 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തതിനെതിരെ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്ത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളാരും ക്രിമിനലുകൾ അല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനസ്സിലാക്കണമെന്ന് രാഹുൽ ട്വിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു. പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 5 വിദ്യാർത്ഥികളെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ ക്യാമ്പസിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച തന്നെ തടഞ്ഞുവെച്ചെന്നാരോപിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായ പ്രശാന്ത് പ്രതപ നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. 15 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾക്ക് ഡൽഹിയിൽ പഠന സൌകര്യം ഒരുക്കാമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഇന്ന് രാവിലെ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യ പാക് ദേശീയ സുരക്ഷ സംബന്ധിച്ച ചർച്ചകൾ നടക്കാനിരിക്കെ ഹുറിയത്ത് കോൺഫറൻസിന്റെ വിവിധ വിഭാഗങ്ങളെ പാകിസ്ഥാൻ ദേശീയ ഉപദേഷ്ടാവ് ചർച്ചയ്ക്ക് ക്ഷണിച്ചു. വിവിധ ഹുറിയത്ത് നേതാക്കളായ സയ്യിദ് അലി ഷാ ഗീലാനി, മിർവൈസ് ഒമർ ഫാറൂഖ്, നദീം ഖാൻ, യാസിൻ മാലിക് എന്നിവർ തങ്ങൾക്ക് പാകിസ്ഥാന്റെ ക്ഷണം ലഭിച്ചതായി വ്യക്തമാക്കി. ടെലിഫോണിലൂടെയാണ് ക്ഷണം ലഭിച്ചത്. ഇരു രാജ്യങ്ങളുടെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ ഈ മാസം 24-ന് ഡൽഹിയിലാണ് ചർച്ച. ഇതേ ദിവസം തന്നെയാണ് ഹുറിയത്ത് നേതാക്കളെ പാകിസ്ഥാൻ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നതും. പാക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സർതാജ് അസീസാണ് വിഘടനവാദി നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. 2014-ൽ പാക് ഹൈക്കമ്മീഷണർ വിഘടനവാദികളുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് അന്ന് ചേരാനിരുന്ന വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച ഇന്ത്യ റദ്ദാക്കിയിരുന്നു. ഹുറിയത്ത് കോൺഫറൻസിന്റെ ഗീലാനി പക്ഷത്തിന്റെ വക്താവ് അയാസ് അക്ബറും മിർവൈസ് പക്ഷം വക്താവ് ഷാഹിദ് അൽ ഇസ്ലാം എന്നിവർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നും ഇവർ വ്യക്തമാക്കി. സൈബർ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ കേരളം ഏറെ മുന്നിലെന്ന് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ. ദേശീയതലത്തിൽ 4ാമതാണ് കേരളത്തിന്റെ സ്ഥാനം. ആന്ധ്രാപ്രദേശ്, കർണാടക, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് കേരളത്തിന് മുന്നിലുള്ളത്. സൈബർ കുറ്റകൃത്യങ്ങൾ രാജ്യത്ത് ഓരോ വർഷവും ഇരട്ടിക്കുകയാണെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. 2011-ൽ 13,301 സൈബർ കേസുകളാണ് രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2012-ൽ ഇത് 22,060-ആയും 2013-ൽ 71,780-ആയും കഴിഞ്ഞ വർഷം 1,49,254-ആയും ഉയർന്നിട്ടുണ്ട്. ഈ വർഷം സൈബർ കേസുകൾ 3 ലക്ഷം കവിയുമെന്നാണ് സൂചന. 2014-ൽ തിരുവനന്തപുരം നഗരത്തിൽ മാത്രം 700-ലധികം സൈബർ ബന്ധമുള്ള പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ഗുരുഡിൽ പറഞ്ഞു. ഫോൺ, ഇമെയിൽ ബന്ധമുള്ള കുറ്റകൃത്യങ്ങൾ കുറഞ്ഞെങ്കിലും സോഷ്യൽ മീഡിയ വഴിയുള്ള കുറ്റകൃത്യങ്ങളിൽ വൻ വർധനയാണ് കാണുന്നത്. പോലീസ് ആസ്ഥാനത്തെ ഹൈടെക് സെല്ലിൽ മാത്രം 2013-ൽ സോഷ്യൽ മീഡിയ ബന്ധമുള്ള 290 പരാതികളും 2014-ൽ 323 പരാതികളും ലഭിച്ചു. ഈ വർഷം ഇതുവരെ 183 പരാതികൾ ലഭിച്ചതായി ഹൈടെക് സെൽ AC വിനയ്കുമാർ നായർ പറഞ്ഞു. ഓരോ മാസവും രാജ്യത്ത് 12,456 സൈബർ കേസുകളാണ് ശരാശരി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്.
ചെറുപ്പക്കാരിലെ ഓൺലൈൻ ഭ്രമം സംബന്ധിച്ച് മൈക്രോസോഫ്റ്റ് ആഗോളതലത്തിൽ നടത്തിയ സർവേയിൽ ഇന്ത്യയിലെ 53% ചെറുപ്പക്കാർ കടുത്ത ഓൺലൈൻ ഭ്രമക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചൈനയും സിംഗപ്പൂരും മാത്രമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ മുന്നിലുള്ളത്. ചൈന കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അധികം പേർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതും ഇന്ത്യയിലാണ്. ജനസുരക്ഷയ്ക്കായി സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ റെഡ് അലർട്ട് ബട്ടൺ സ്ഥാപിച്ചു. ആലുവ ബസ് സ്റ്റാൻഡിലാണ് പദ്ധതി തുടങ്ങിയത്. വിശദമായ റിപ്പോർട്ടിലേക്ക്. ആലുവയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ് റെഡ് ബട്ടൺ അലർട്ട് റോബോട്ടിക് സ്പെക്ട്രം സ്ഥാപിച്ചിരിക്കുന്നത്. 10 അടി ഉയരവും ഒരു ചതുരശ്രയടി വിസ്തീർണവുമുള്ള യന്ത്രത്തിന്റെ മധ്യഭാഗത്തായാണ് ചുവപ്പ് ബട്ടൺ സ്ഥാപിച്ചിരിക്കുന്നത്. യന്ത്രത്തിന്റെ മുകളിലായി ചുവപ്പ്, പച്ച ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പച്ച വെളിച്ചം തെളിഞ്ഞാൽ യന്ത്രം പ്രവർത്തിക്കുന്നതാണെന്ന് സൂചിപ്പിക്കുന്നു. യന്ത്രം സ്ഥാപിച്ച തിരക്കേറിയ സ്ഥലത്ത് നിയമലംഘനങ്ങളോ അപകടങ്ങളോ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളോ ഉണ്ടായാൽ റെഡ് ബട്ടണിൽ അമർത്തിയാൽ മതി. ചുവപ്പ് വെളിച്ചം തെളിയുന്നതിനോടൊപ്പം അതിന്റെ താഴെയുള്ള ക്യാമറകൾ മിഴി തുറക്കും. യന്ത്രത്തിന്റെ ചുറ്റും 360 ഡിഗ്രിയിൽ ചിത്രങ്ങളും വീഡിയോകളും ക്യാമറയിൽ ലഭ്യമാകും. രാത്രിയിലെ ചിത്രങ്ങൾ ലഭ്യമാകുന്ന ഹൈ ഡെഫിഷനിൽ ക്യാമറയാണ് ഉപയോഗിക്കുന്നത്. സ്വിച്ചിൽ അമർത്തുന്നവർക്ക് പോലീസുമായി സംസാരിക്കുന്നതിനായി പ്രത്യേക സംവിധാനവും യന്ത്രത്തിലുണ്ട്. യന്ത്രത്തിന്റെ നിയന്ത്രണം റൂറൽ SP ഓഫീസിൽ വെച്ച് തന്നെ നിർവഹിക്കാനാകും. പോലീസ് വാഹനത്തിലുള്ള റെഡ് ബട്ടന്റെ റിസീവർ ബോക്സ് വഴി അലർട്ട് സംവിധാനം പോലീസിന് കൈമാറും. റെഡ് ബട്ടൺ അമർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ യന്ത്രം തൊട്ടടുത്തുള്ള പോലീസ് വാഹനത്തെ സെർച്ച് ചെയ്ത് കണ്ടെത്തും. കുറ്റകൃത്യങ്ങളുടെ ചിത്രങ്ങളും ശബ്ദങ്ങളും യന്ത്രം തന്നെ ഈ റിസീവർ വാഹനത്തിലേക്ക് അയക്കും. അതുവഴി പോലീസ് ജീപ്പിന് റെഡ് ബട്ടൺ യന്ത്രത്തിന്റെ അടുത്തേക്ക് ഉടൻ എത്താൻ കഴിയുകയും ചെയ്യും. കേരളത്തിൽ ആദ്യമായി നടപ്പാക്കിയ സ്പൈഡർ പോലീസ് വിജയകരമായതിന് പിന്നാലെയാണ് റൂറൽ ജില്ലാ പോലീസ് ഇന്ത്യയിൽ ആദ്യമായി റെഡ് ബട്ടനുമായി പുതിയ പരീക്ഷണം നടത്തുന്നത്. ഒരു യൂണിറ്റിന് ഏകദേശം 4.5 ലക്ഷത്തോളം രൂപ ചെലവാകും. ഓപ്പറേഷൻ സുരക്ഷയിലൂടെ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ സംസ്ഥാനത്ത് 30% കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന റെഡ് ബട്ടൺ അലർട്ട് റോബോട്ടിക് സ്പെക്ട്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം. വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. KMIC ന്യൂസ്. UAE വിശേഷങ്ങൾ. രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി മൂല്യവർദ്ധിത നികുതി വാറ്റ് നടപ്പാക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി അധികൃതർ. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങൾ നടക്കുന്നതായി സാമ്പത്തികകാര്യ മന്ത്രാലയം വെളിപ്പെടുത്തി. 10 പുതിയ വിദ്യാലയങ്ങൾ അബുദാബിയിൽ ആരംഭിക്കുമെന്ന് അബുദാബി എഡ്യൂക്കേഷണൽ കൌൺസിൽ വ്യക്തമാക്കി. 100 കോടി ദിർഹം ചെലവിലാണ് വിദ്യാലയങ്ങൾ സാക്ഷാത്കരിക്കുക. അടുത്ത അധ്യയന വർഷം മുതലാവും വിദ്യാലയങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുക. പുതിയതെന്ന് വ്യാജേന വിൽക്കാൻ ശ്രമിച്ച 7000 മൊബൈലുകൾ സാമ്പത്തിക വികസന വകുപ്പ് പിടികൂടി. 70 ലക്ഷം ദിർഹം വിലമതിക്കുന്ന മൊബൈലുകളാണ് ഇത്തരത്തിൽ വിൽപ്പന നടത്താൻ ശ്രമിച്ചത്. വിവിധ ആവശ്യങ്ങൾക്കായി വിദേശ സന്ദർശനം നടത്തുന്ന സ്വദേശികൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. വാഹന പരിശോധന ബുക്ക് ചെയ്യാൻ RTA ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തി. ആഗസ്റ്റ് 23 മുതൽ 3 മാസത്തേക്കാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിൽ വരുത്തുന്നത്. കടബാധ്യത തീർക്കാൻ വ്യാപാരി തയ്യാറായതിനെ തുടർന്ന് ദുബായ് ജയിലിൽ നിന്ന് 5 തടവുകാർ മോചിതരായി. പ്യുവർ ഗോൾഡ് ജ്വല്ലേഴ്സ് സ്ഥാപകനും ചെയർമാനുമായ ഫിറോസ് മർച്ചന്റാണ് ഇതിനായി 76,000 ദിർഹം സംഭാവന ചെയ്തത്. KMIC ന്യൂസ് ഡെസ്ക് അബുദാബി. സൌദി അറേബ്യയിൽ സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി 19 പ്രൊഫഷനുകളിൽ പുതിയ വിസകൾ നൽകുന്നതിനും നിലവിലുള്ളവ പുതുക്കുന്നതിനും തൊഴിൽ മന്ത്രാലയത്തിന്റെ വിലക്ക്. ഡിപ്ലോമ ബിരുദം മാത്രമുള്ള വിദേശ നഴ്സുമാരെ പിരിച്ചുവിടുന്ന നടപടികൾ ആരംഭിച്ചതിനു പിറകെയാണ് 19 പ്രൊഫഷനുകളിൽ പുതിയ വിസ അനുവദിക്കുന്നതിനും പുതുക്കുന്നതും റദ്ദാക്കിയത്. വിദേശികൾക്ക് വിലക്കേർപ്പെടുത്തിയ പ്രൊഫഷനുകളിൽ സൌദി പൌരന്മാരെ നിയമിക്കണമെന്നും തൊഴിൽ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ നിയമങ്ങൾ ഏറെ മലയാളികളെ ബാധിക്കും. തൊഴിലാളികാര്യ മാനേജർ, തൊഴിൽ കാര്യ മാനേജർ, പേഴ്സണൽ അഫയേഴ്സ് മാനേജർ, പേഴ്സണൽ കാര്യ വിദഗ്ധൻ, പേഴ്സണൽ കാര്യ ക്ലർക്ക്, എംപ്ലോയ്മെന്റ് റൈറ്റർ, തൊഴിലാളികാര്യ ക്ലർക്ക്, ഷിഫ്റ്റ് റൈറ്റർ, റിസപ്ഷൻ ക്ലർക്ക്, ഹോട്ടൽ റിസപ്ഷൻ ക്ലർക്ക്, പേഷ്യന്റ് റിസപ്ഷൻ ക്ലർക്ക്, കംപ്ലയിന്റ് റൈറ്റർ, കാഷ്യർ, പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡ്, സർക്കാർ വകുപ്പുകളിൽ നിന്ന് നടപടികൾ പൂർത്തിയാക്കി നൽകുന്ന മുഅഖിബ്, സീനിയർ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ നിർമ്മാണ വിദഗ്ധൻ, ലേഡീസ് ഷോപ്പ് ജീവനക്കാരികൾ, കസ്റ്റംസ് ക്ലിയറൻസ് വിദഗ്ധൻ എന്നീ മേഖലകളിലാണ് പൂർണ്ണമായും സൌദിവൽക്കരണം നടത്തുന്നത്. വിദേശികൾ ഏർപ്പെട്ട തൊഴിലുകളിൽ സൌദികളെ നിയമിച്ച് സൌദിവൽക്കരണം നടപ്പാക്കുന്നതിനും യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിനുമാണ് നിയമം കൊണ്ടുവന്നത്. ഇത്രയും പ്രൊഫഷനുകളിൽ പുതിയ വിസ അനുവദിക്കുന്നതും വർക്ക് പെർമിറ്റ് പുതുക്കുന്നതും വിലക്കിയിട്ടുണ്ട്.
സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി ഡിപ്ലോമ ബിരുദം മാത്രമുള്ള വിദേശ നഴ്സുമാരെ പിരിച്ചുവിടുന്ന നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നടക്കമുള്ള ആയിരക്കണക്കിന് നഴ്സുമാർ മടങ്ങേണ്ടിവരുന്ന സാഹചര്യമാണ് പുതിയ നിതാക്കാത്ത നിയമത്തിലൂടെ വന്നിരിക്കുന്നത്. ഡിപ്ലോമ ബിരുദധാരികളായ സൌദി നഴ്സുമാർക്ക് തൊഴിൽ നൽകുന്നതിന്റെ ഭാഗമായാണ് സൌദി തൊഴിൽ മന്ത്രാലയം വിദേശ നഴ്സുകളെ ഒഴിവാക്കുന്നത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളെ. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി, ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം, ധീരതയ്ക്കു പേരു കേട്ട ഉമറിൻ ധീരമക്കൾ നാം, ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. വിശ്രുത ഇസ്ലാമിക പണ്ഡിതൻ ഡോക്ടർ ഉമർ അബ്ദുള്ള കാമിൽ വഫാത്തായി. ഇന്ന് രാവിലെ കൈറോയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഖബറടക്കം നാളെ ജിദ്ദയിൽ നടക്കും. അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഈജിപ്തിലെത്തിയ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായും മർക്കസ് വൈസ് ചാൻസലർ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടുമായും ഇന്നലെ രാത്രി അദ്ദേഹം അവസാനമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഡോക്ടർ ഉമർ അബ്ദുള്ള കാമിൽ മികച്ച പ്രബോധകനും ബിദ്അത്തുകാർക്കെതിരെ ശക്തമായി നിലകൊണ്ട വ്യക്തിയുമായിരുന്നെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. KMIC ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഡോക്ടർ ഉമർ കാമിൽ അല്ലാഹു യർഹമുഹു, അദ്ദേഹം സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ഉയർന്ന കുടുംബത്തിൽപ്പെട്ട വ്യക്തിയും മതപണ്ഡിതനും നഖ്ശബന്ദി തരീഖത്തിന്റെ ഖലീഫയും കൂടി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫാമിലിയും അദ്ദേഹത്തിന്റെ ബന്ധങ്ങളുമെല്ലാം വളരെ വലുതാണെങ്കിൽ പോലും മിക്ക സമയവും പരിശുദ്ധ ദീനിന്റെ പ്രചാരണത്തിലും പ്രവർത്തനത്തിലുമാണ് അദ്ദേഹം മുഴുകിയിരുന്നത്. നിരവധി ഗ്രന്ഥങ്ങൾ ബിദ്അത്തുകാർക്ക് എതിരെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഷിയ വിഭാഗം വിവിധ സ്ഥലങ്ങളിൽ ജനങ്ങളെ വില കൊടുത്ത് ഷിയാക്കളിലേക്ക് അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമം നടന്നപ്പോൾ അതിനെതിരായി വളരെ പ്രധാനപ്പെട്ട ഗഹനമായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലെല്ലാറ്റിലും ഉപരി ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ജാമിഅ മർക്കസു സഖാഫത്തി സുന്നിയ എന്ന ഏക സ്ഥാപനമാണ് 1000-ലധികം കൊല്ലം പഴക്കമുള്ള അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുമായി ഈക്വാലിറ്റി ലഭിച്ചിട്ടുള്ള ഒരു സ്ഥാപനം ഇന്ത്യയിൽ ഉള്ളത്.
കാരന്തൂർ മർക്കസ് സഖാഫത്തി സുന്നിയയുടെ അക്കാദമിക് അഡ്വൈസറായിരുന്ന ഡോക്ടർ ഒമർ കാമിൽ മർക്കസിനെ ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേഷൻ നേടിത്തന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിരുന്നു. കേരളത്തിൽ അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിന് തുടക്കം കുറിച്ചതും അദ്ദേഹമായിരുന്നു. മർക്കസുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി നിരവധി തവണ ഡോക്ടർ ഒമർ കാമിൽ കേരളത്തിലെത്തിയിട്ടുണ്ട്. SSF സംസ്ഥാന സാഹിത്യോത്സവിന്റെ പ്രചാരണാർത്ഥം പ്രചാരണ സമിതി സംഘടിപ്പിക്കുന്ന സർഗസഞ്ചാരം കലാജാഥക്ക് ഓഗസ്റ്റ് 22-ന് തുടക്കമാകും. ഉത്തര ദക്ഷിണ മേഖലാ ജാഥകളെ യഥാക്രമം ജില്ലാ സെക്രട്ടറിമാരായ കുഞ്ഞുമുഹമ്മദ് വള്ളിയാടും റഷീദ് ഒടുങ്ങാക്കാടും നയിക്കും. 22-ന് കുറ്റിച്ചിറയിൽ നിന്നും കൂരാച്ചുണ്ടിൽ നിന്നും ആരംഭിക്കുന്ന യാത്രക്ക് 71 സെക്ടർ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. 24-ന് വൈകിട്ട് മർക്കസിൽ സമാപിക്കും. SSF സംസ്ഥാന സാഹിത്യോത്സവിന്റെ വളണ്ടിയർ മീറ്റ് നാളെ വൈകുന്നേരം 4 മണിക്ക് മർക്കസ് റെയ്ഹാൻ വാലി ഓഡിറ്റോറിയത്തിൽ ചേരുന്നു. വളണ്ടിയർ അപേക്ഷ നൽകിയവരും താൽപര്യമുള്ളവരും മീറ്റിംഗിൽ സംബന്ധിക്കണമെന്ന് സ്വാഗത സംഘം ഓഫീസിൽ നിന്ന് അറിയിച്ചു. ആനുകാലിക സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നിലപാടുകൾ വ്യക്തമാക്കുന്നതിനും സമസ്ത നേതാക്കളുടെ കോഴിക്കോട് ജില്ലയിലെ പര്യടനം ഈ മാസം 24-25 തീയതികളിൽ നടക്കും. മദ്രസ പ്രസ്ഥാനത്തിന്റെ പുതിയ മുന്നേറ്റങ്ങളും പദ്ധതികളും പര്യടനത്തിൽ വിശദമാക്കും. സമസ്ത ഡെവലപ്മെന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പര്യടനത്തിന് സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബാഫഖി തങ്ങൾ നേതൃത്വം നൽകും. 24-ന് കാലത്ത് 10 മണിക്ക് നാദാപുരത്ത് പര്യടനത്തിന് തുടക്കമാകും. ഉച്ചയ്ക്ക് 2:30-ന് കൊയിലാണ്ടിയിലും 4:30-ന് കോഴിക്കോട്ടും 25-ന് കാലത്ത് 10 മണിക്ക് നരിക്കുനിയിലും 2:30-ന് കൊടുവള്ളിയിലും 4:30-ന് മുക്കത്തും സ്വീകരണം നൽകും. SDC കൺവെൻഷനിൽ TK അബ്ദുറഹ്മാൻ ബാഖവി അധ്യക്ഷത വഹിച്ചു. KA നാസർ ചെറുവാടി ഉദ്ഘാടനം ചെയ്തു. PTC മുഹമ്മദ് അലി മാസ്റ്റർ, മജീദ് സഖാഫി കോട്ടൂർ, KM മജീദ്, ബഷീർ പുല്ലാളൂർ തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സൌദിയിലെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ ഡോക്ടർ ഒമർ അബ്ദുള്ള കാമിൽ വഫാത്തായി. ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. ഡോക്ടർ ഒമർ കാമിൽ മികച്ച പ്രബോധകനായിരുന്നുവെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ജനസുരക്ഷയ്ക്കായി സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ റെഡ് ബട്ടൺ അലർട്ട് പദ്ധതിക്ക് തുടക്കമായി. ആനുകാലിക സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സമസ്ത നേതാക്കളുടെ ജില്ലയിലെ പര്യടനം ഈ മാസം 25-ന് തുടങ്ങും. പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സമരം പ്രധാനമന്ത്രിക്ക് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ഇന്ത്യയുമായുള്ള സുരക്ഷാ ചർച്ചയ്ക്കു മുമ്പ് ഹുറിയത്തുമായി ചർച്ചയ്ക്ക് പാകിസ്ഥാൻ. സൈബർ കുറ്റകൃത്യങ്ങളിൽ കേരളം 4-ാം സ്ഥാനത്ത്. നിതാക്കാത്ത് സൌദിയിൽ 19 പ്രൊഫഷനുകളിൽ പുതിയ വിസ നൽകുന്നതിന് വിലക്ക്. ഡിപ്ലോമ ബിരുദം മാത്രമുള്ള വിദേശ നഴ്സുമാരെ പിരിച്ചുവിടുന്നു. SSF സംസ്ഥാന സാഹിത്യോത്സവ് സർഗസഞ്ചാരം 22-ന് തുടങ്ങും. വളണ്ടിയർ മീറ്റ് നാളെ മർക്കസിൽ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.